ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സിമ്പിൾ ബ്രെഡ് പുഡിംഗ് ആയിട്ടാണ്. മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ പുഡിംഗ് സ്റ്റീം ചെയ്തിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പാലിൻ്റെ പകരമായിട്ട് നമുക്ക് വെള്ളം യൂസ് ചെയ്താലും മതിയാവും. ഇപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡർ കട്ടയൊന്നും ഇല്ലാതെ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ 4 പീസ് ബ്രെഡ് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഇതേപോലെ ഇരിക്കും പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്കിനി കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഒരു 1 to 2 ടേബിൾ സ്പൂൺസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, കരിയാതെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ കുറേശ്ശെ ചേഞ്ചായി വന്നിട്ടുണ്ടാവും, നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ടാവും. കുറച്ച് ടൈം അങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു കളർ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ ഇവിടെ 1 മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇനി നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് കണ്ടോ ഇപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഈ പുഡിങ് ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ ഷുഗർ കാരമലൈസ് ചെയ്തത് മാറ്റണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് പുഡിങ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇപ്പോൾ മാറ്റുന്നില്ല. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ പാലായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കസ്റ്റാർഡ് കുറേശ്ശെ കുറുകി വന്നിട്ടുണ്ട്. നല്ല കട്ടയാക്കാൻ നിൽക്കണ്ട. ഈ ഒരു പരിവായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കണ്ട, നമുക്ക് ഇത്തിരീശയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെയും കുറേശ്ശെ ചേർക്കാം. അങ്ങനെ നമുക്ക് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് നമ്മൾ പൊടിച്ചത് മൊത്തമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് ഷുഗറിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഞാനിത് നേരത്തെ കാരമലൈസ് ചെയ്ത ഷുഗർ ഇപ്പോഴേ കുറേശ്ശെ കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. ആ ഷുഗർ കാരമലൈസ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സ്റ്റീം ചെയ്തെടുക്കുന്നത് അതിലേക്ക് മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചാൽ പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രെഡ് കസ്റ്റാർഡ് മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കാം, വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈ പാത്രം ഒന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ക്യൂവറോ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇടയിൽ കുറച്ച് ഇതുപോലെ ഓട്ടയിട്ട് കൊടുക്കാം. ഹോൾസ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കയ്യിൽ ഏത് സ്റ്റീമറാണോ അത് എടുക്കാം. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു തട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഈ തട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പാത്രം നമ്മൾ
കുഞ്ഞു പാത്രമായിരിക്കണേ, കമഴ്ത്തി വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ പാത്രം നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ക്യൂർ യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പുഡിങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്ലീനായിട്ട് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ സ്റ്റീമറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പുറമേ വെച്ചിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ ചൂടൊക്കെ ആറി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൈഡൊക്കെ ഓൾറെഡി വിട്ട് വന്നിട്ടുണ്ട് കുറേശ്ശെ. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ടൊന്ന് കൊത്തി കൊടുത്താൽ മതി. നമ്മുടെ പുഡിങ് നമ്മുടെ പ്ലേറ്റിലേക്ക് വീണോളും. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ ഒരു പീസിൻ്റെ മുകളിലേക്ക് ആ പാത്രത്തിൽ ബാക്കി ഉണ്ടായിരുന്ന കാരമലൈസ് ഷുഗറിൻ്റെ അത് കുറച്ചും കൂടെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ഫോക്ക് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.